പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ആഗ്രഹം, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്ത് പദ്ധതിയോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചോ ആ സ്ഥാനത്തേക്ക് മനുഷ്യൻ എത്തിച്ചേരുക എന്നുള്ളത്. യേശു പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:26 കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ചിന്തിച്ചപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ കാര്യം ഇതാ: നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ ഭൂമിയിലുള്ള സകലത്തിനെ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എന്നിട്ട് 28 ഇങ്ങനെ പറഞ്ഞ് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു, സൃഷ്ടിച്ചിട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു വാഴുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കർത്താവ് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പിച്ചപ്പോഴും ചിന്തിച്ചപ്പോഴും വാഴ്ചയുടെ തലത്തിലാണ് ചിന്തിച്ചത്. സൃഷ്ടിച്ചു കഴിഞ്ഞ് അനുഗ്രഹിച്ചപ്പോഴും ആ അനുഗ്രഹത്തിനകത്ത് വാഴ്ചയെ ചേർത്ത് നിർത്തിയാണ് കർത്താവ് കാര്യങ്ങളെ പദ്ധതിയിടുന്നത്. അങ്ങനെ വാഴുക എന്ന ആ തലത്തിൽ തന്നെ മനുഷ്യനെ അനുഗ്രഹിച്ച ദൈവം മനുഷ്യൻ വീണുപോയപ്പോഴും കർത്താവ് പദ്ധതി വിട്ടില്ല. കർത്താവിന്റെ ആഗ്രഹം മനുഷ്യൻ സാഹചര്യങ്ങളെ വാഴുക എന്നത് തന്നെയായിരുന്നു. പിതാവായ ദൈവം കൽപ്പനകളെ കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്താൽ ഇത് നിമിത്തം നിങ്ങൾക്ക് ജീവിക്കാം. അപ്പൊ അതിലൂടെയും കർത്താവിന്റെ പദ്ധതി എന്താ? ഇത് ചെയ്ത് മനുഷ്യന്റെ അകത്ത് ബോധ്യം ഉണ്ടാകണം, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അവനൊരു നന്മയാണ്, അവനൊരു അനുഗ്രഹമാണ്, അവൻ ദൈവിക പദ്ധതി പ്രകാരം സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവൻ അനുഗ്രഹത്തിന്റെ സാധ്യതയുണ്ട്. അത് തിരിച്ചറിയണം. അതിനായിട്ട് ന്യായപ്രമാണം കൊടുത്തു. കാരണം ന്യായപ്രമാണം ലഭിച്ച് അവരെ കുറിച്ച് പറഞ്ഞ് ഇത്ര വലിയ പ്രമാണമുള്ള ശ്രേഷ്ഠ ജാതി വേറെ എന്നുള്ളത് അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചൊരു കാര്യം. എന്നാൽ അവിടെയും ന്യായപ്രമാണം അനുസരിച്ച് അധികാരത്തിലേക്ക് എത്താൻ ശ്രമിച്ച മനുഷ്യൻ പരാജയപ്പെട്ടു. പക്ഷെ പിന്നത്തതിലും കർത്താവ് അവന്റെ പുറകെ വന്ന് തന്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് യേശുവിലൂടെ നിത്യരക്ഷയെ സാധ്യമാക്കി തീർത്തിട്ടും കർത്താവ് പറയും നിങ്ങൾ വാഴുവീൻ എന്നാ പറയുന്നത്. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യൻ സാഹചര്യങ്ങൾക്ക് വിധേയപ്പെട്ട് കിടക്കാനായിട്ടല്ല, സാഹചര്യങ്ങളെ വാഴുവാനായിട്ട്. ദൈവത്തിന്റെ പദ്ധതി ഏതാ? നാം സാഹചര്യങ്ങളെ വാഴുന്നവരായി മാറണം. സാഹചര്യങ്ങൾക്ക് വിധേയപ്പെട്ട് കിടക്കുന്നവരായിട്ടല്ല, സാഹചര്യങ്ങളെ വാഴുന്നവരായി മാറണം. അത് കർത്താവിന്റെ ആഗ്രഹം, കർത്താവിന്റെ പദ്ധതിയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, ഏത് സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും, ഏത് വിഷമഘട്ടത്തിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള കർത്താവിന്റെ ആഗ്രഹം നിങ്ങൾ സാഹചര്യങ്ങൾക്ക് അതീതരായി നിൽക്കണം. അപ്പൊ അതിന് ആദ്യമായിട്ട് സംഭവിക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിന്റെ തലം മാറണം. നമ്മൾ മനുഷ്യന് നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ആളുകളെല്ലാവരും എന്നെ വെറുക്കുന്നു, ആളുകളെല്ലാം എന്നെ കൈവിട്ടിരിക്കുന്നു, ആളുകളെല്ലാം എന്നോട് ദേഷ്യപ്പെടുക, ആളുകളെല്ലാം എന്നോട്. അതിന് കാരണം എന്താ പറയുക? നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരോടും എനിക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്, എല്ലാവരും എന്നെ വെറുക്കുന്നു, എല്ലാവരും എന്നെ തള്ളിക്കളയുന്നു, എല്ലാവരും എന്നെ ഉപേക്ഷിക്കുന്നു. ഈ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തെ ഒരുക്കിയെടുക്കുന്നത്. കർത്താവിന് നമ്മളെക്കുറിച്ച് ആഗ്രഹം സാഹചര്യങ്ങളെ വാഴുന്നവരായി തീരുക എന്നതാണ്. സാഹചര്യങ്ങൾക്ക് വിധേയപ്പെട്ട് കിടക്കുക എന്നുള്ളത് കർത്താവിന്റെ പദ്ധതിയിലേ ഇല്ല. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം സാഹചര്യങ്ങളെ അതിന്റെ പരിമിതികളെ തരണം ചെയ്ത് വാഴുന്നവരെ മാറുക എന്നുള്ളതാണ് കർത്താവിന്റെ പദ്ധതി. അപ്പൊ അങ്ങനെ കർത്താവ് വാഴുവാനായിട്ട് നിങ്ങളെ എന്നെ കർത്താവ് ആക്കി വെച്ചിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 10-19 കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. അപ്പൊ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ശത്രുവിന്റെ സകല അധികാരത്തെയും ബലത്തെയും ചവിട്ടുവാനായിട്ട്, വാഴാനായിട്ട് ഞാൻ നിങ്ങൾക്ക് അധികാരം തരിക. ഇപ്പൊ കർത്താവ് തന്ന അധികാരം സാഹചര്യങ്ങളെ വാഴുവാൻ, അതിന്റെ മീതെ ഉയർന്നു നിൽക്കുവാനായിട്ടാണ് കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ സാധ്യമാകുക? അത് സാധ്യമാകാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15 കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അവിടെ പറഞ്ഞു നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നത് നൽകപ്പെട്ടിരിക്കും. കാരണം എന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ
നിങ്ങൾ ചോദിക്കുന്ന കാര്യം വചനത്തിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ട്. ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് എനിക്കിത് കിട്ടും, ലഭിക്കുമെന്ന് ഉറപ്പില്ല. അപ്പൊ അവിടെ പറയുന്നത് ദൈവവചനം നമ്മിൽ വസിക്കണം. എന്നിട്ട് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അടുത്തൊരു വാക്യം, 5-ാമത്തെ വാക്യം, ഞാനിപ്പോ വായിച്ചത് 7-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്താ? നാം സാഹചര്യങ്ങളെ വാഴണം. സാഹചര്യം നമ്മെ വാഴുന്ന തലത്തിൽ നാം അധപ്പതിച്ചു പോകാനല്ല, നാം സാഹചര്യങ്ങളെ വാഴുന്നവരായി മാറുക എന്നതാണ് കർത്താവിന്റെ പദ്ധതി. നമ്മൾ അങ്ങനെ സാഹചര്യങ്ങളെ വാഴണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? നാം അവനിൽ വസിക്കണം. നാം അവനിൽ വസിക്കണം. എപ്പോഴാണ് നാം അവനിൽ വസിക്കുന്നത്, അവിടെയാണ് നമ്മുടെ വാഴ്ച. അവനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്കറിയാം, 10 കന്യകമാരെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഒരു 10 പേര് മണവാളന് വേണ്ടി കാത്തിരിക്കും. അവർ കന്യകമാരെന്ന് തന്നെ ടൈറ്റിലുള്ളവരാ, കന്യകമാരാണ്. അവരുടെ സാഹചര്യം നോക്കിയാൽ വിശുദ്ധിയുള്ളവരാ, കന്യകമാർ എന്ന് തന്നെയാ പറയുന്നത്. അവര് കന്യകമാരായിരിക്കെ 5 കന്യകമാർ വിളക്കിന്റെ കൂടെ എണ്ണയും എടുത്തു. മറ്റ് 5 പേർ കരുതിയില്ല, എണ്ണ കരുതിയില്ല. അപ്പൊ വിശുദ്ധിയുണ്ട്, ഒരുക്കമുണ്ട്, കാത്തിരിക്കുന്നുണ്ട്, മണവാളിന് വേണ്ടിയുള്ള സമർപ്പണമുണ്ട്. പക്ഷെ എണ്ണയില്ല. അതായത് ഇന്ന് അനേകര് വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, സമർപ്പണമുണ്ട്, പക്ഷെ വചനമാകത്തില്ല. ഒരു വ്യക്തിയുടെ അകത്ത് വചനം വേണ്ട പോലെ വചനം സ്വീകരിക്കാത്തിടത്തോളം ഫലം കായ്ക്കാൻ സാധ്യമല്ല. അപ്പൊ വചനത്തില് നമ്മൾ ഉറയ്ക്കണം. ആ വചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് നമ്മൾ കർത്താവിലാണെന്നുള്ള ഭൂമി. നമുക്കിതിന്റെ യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ മനോഹരമായിട്ട്. അതിന് 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യം എന്താ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഭവനമെന്നോ കെട്ടിടമെന്നോ നിലയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാല്ലേ, അദ്ദേഹം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക. ഇപ്പൊ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലമുണ്ട്. നമ്മള് അവന്റെ ഹൃദയത്തിൽ, നമുക്ക് ചിലരെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നാം ചിലരെ ഉൾക്കൊള്ളും, ചിലരെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെ ജീവിത രീതി, അവരുടെ സ്വഭാവം ഒക്കെ പറഞ്ഞ് അവരെ സ്നേഹിക്കാൻ കൊള്ളത്തില്ലാത്തവരാ, അവര് കൂട്ടുകൂടാൻ കൊള്ളത്തില്ല, നമ്മളെല്ലാവരും തള്ളിക്കളയും. പക്ഷെ എന്റെ പിതാവിന്റെ ഭവനം അങ്ങനത്തെ സ്ഥലമല്ല. അനേക വാസസ്ഥലങ്ങളുണ്ട്, അനേക വാസസ്ഥലങ്ങൾ. അത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ പരിമിതികളും കുറവും ശരിതെറ്റുകളെ നോക്കിക്കൊണ്ട് നിങ്ങളെ കരുതുന്ന ഒരു ദൈവത്തെ അല്ല നിങ്ങൾ കാണുന്നത്. എന്റെ പരിമിതികളെ വെച്ചുകൊണ്ട് തന്നെ എന്നെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക. അപ്പൊ അവിടെ വാസസ്ഥലമുണ്ട്, നിങ്ങൾക്ക് സ്ഥലം ഒന്ന് ഒരുക്കിയാൽ മതി, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി. കർത്താവിന്റെ ഹൃദയം നിങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളതാണ്, സ്നേഹിക്കുന്ന ഹൃദയമാണ്. നിങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ക്ഷമിക്കുന്ന ഹൃദയമാണ് കർത്താവിന്റെ. പക്ഷെ ഞാൻ പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ? ഞാൻ സ്ഥലം ഒരുക്കും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വില കൊടുക്കും. ഈ വാസസ്ഥലത്തിന് യോഗ്യരാക്കി നിങ്ങളെ ഞാൻ മാറ്റും. ഞാനാണ് മാറ്റുന്നത്. ഞാൻ നിങ്ങളെ മാറ്റിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ. അപ്പം കർത്താവിന്റെ ആഗ്രഹം പിതാവാകുന്ന വാസസ്ഥലത്ത് നിങ്ങളും ഞാനുമാകുന്ന ദൈവ മക്കൾ എത്തിച്ചേരുക എന്നതാണ് കർത്താവിന്റെ പദ്ധതി. അത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, ക്രിസ്തുവിലും വിശ്വസിക്കണം. എന്താ? ദൈവം സകല നന്മയുടെ ഉറവിടമാണ് ദൈവം. എന്നാൽ ആ നന്മകളുടെ ഉറവിടമാകുന്ന ദൈവത്തിന്റെ അടുക്കൽ പോകാനായിട്ട് ഞാൻ യോഗ്യനല്ല. പക്ഷെ ഞാൻ പിതാവായ ദൈവത്തിന്റെ
അധികാരത്തെയും പ്രാപ്തിയെയും സമ്പത്തിനെയും മാത്രം വിശ്വസിച്ചാൽ അത് എല്ലാവരും വിശ്വസിക്കുന്ന പോലെ ഉള്ളൂ. പക്ഷെ ഞാൻ പിതാവിലും വിശ്വസിക്കുന്നുണ്ട്, പുത്രനിലും വിശ്വസിക്കുന്നുണ്ട്, യേശുവില് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ? എന്റെ ഗുണം പിതാവായ ദൈവത്തിന്റെ സകല നന്മകൾക്കും ക്രിസ്തു മുഖാന്തരം ഞാൻ അവകാശിയാണ്. ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ ക്രിസ്തു മുഖാന്തരം ഞാൻ അതിന് അവകാശിയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, അവകാശങ്ങൾ, എല്ലാ വാഗ്ദത്തങ്ങൾക്കും ക്രിസ്തു മുഖാന്തരം ഞാൻ അവകാശിയായി മാറി. ഞാൻ പിതാവിലും വിശ്വസിക്കുന്നു, പുത്രനിലും വിശ്വസിക്കുന്നു. ക്രിസ്തു മുഖാന്തരം ഞാൻ പിതാവിന്റെ സകല വാഗ്ദത്തങ്ങൾക്കും അവകാശിയാണ്. പിതാവിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം. അങ്ങനെ പിതാവ് ഒരുക്കുന്ന, പുത്രൻ ഒരുക്കുന്ന വാസസ്ഥലം, പിതാവിലുള്ള വാസസ്ഥലം, അവിടെ നാം എത്തിച്ചേരുക എന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 22-ാം വാക്യം 23-ാം വാക്യം, നീ ലോകത്തിനല്ല ഞങ്ങൾക്ക് അത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. എന്ത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കർത്താവ്, നീ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്താൻ പോകുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചോദ്യത്തിന് മറുപടി കർത്താവ് പറഞ്ഞൊരു കാര്യം, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പിതാവ്, യേശുക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ? വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചോണ്ട് വെളിപ്പെടുത്തുന്നത്. പിതാവ് അവനെ സ്നേഹിക്കും. ആരെ? ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അതായത് ദൈവം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് ലഭിക്കുന്ന വെളിപ്പാട് എന്താണെന്നറിയോ? മൈ ഗോഡ് ഈസ് ലവ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം ആരാ? നമ്മൾ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്നതനുസരിച്ച് 8-ാം വാക്യം എങ്ങനെ പറയുന്നത്? ദൈവം സ്നേഹമാകും. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടിതാവാണ് ദൈവം, സകലത്തിനെ പരിപാലിക്കുന്നവനാണ് ദൈവം. ആ വിശ്വാസത്തോടൊപ്പം തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന വിശ്വാസമാണ് ഗോഡ് ഈസ് ലവ്. ലവ് ഈസ് അൺകണ്ടീഷണൽ. നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ് എന്റെ ദൈവം. അപ്പൊ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. എന്താ വെളിപ്പെടുത്തിയത്? യേശു ക്രിസ്തുവിലൂടെ പിതാവ് വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹം, പിതാവായ ദൈവം തന്റെ സ്നേഹമാണ് പുത്രനായ യേശുവിൽ കൂടെ വെളിപ്പെടുത്തിയത്. അത് നമ്മള് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തില് 8, 9, 10, 11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് എഴുതിയിട്ടുണ്ട്. പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് സ്നേഹത്തിന്റെ അടയാളമായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ, നിങ്ങൾക്ക് കിട്ടുന്ന വെളിപ്പാടെന്ന് പറയുന്നത് ഗോഡ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് തന്നൊരു വെളിപ്പാടാണ്. എന്നാൽ ആ വെളിപ്പാടിന്റെ ഭാഗികമായ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. 2, പൂർണ്ണതയിലേക്ക് വരണം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പിതാവ് നിങ്ങളെ സ്നേഹിച്ചിട്ട് ഞങ്ങൾ പിതാവും പുത്രനും നിങ്ങളിൽ വന്ന് വസിക്കുന്നു, നമ്മിൽ വസിക്കുന്നു. പ്രൈസ് ഗാഡ്. അപ്പൊ അതാണ് വെളിപ്പാടിന്റെ പൂർണ്ണത. വെളിപ്പാടിന്റെ പൂർണ്ണത എവിടെയാ വരുന്നത്? ദൈവം നമ്മിൽ വസിക്കുന്നു എന്നതാണ്. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുത ഇരിക്കുന്നത്. അതാണ് ഇതിന്റെ 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിന്റെ നാമം എന്താണ്? ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി എന്ന് പറയുന്നത്. അതായത് ഈ ശിഷ്യന്മാരോട് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി, തന്റെ നാമത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവർ അത് വിശ്വസിച്ചു. കർത്താവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തു, അവരത് വിശ്വസിച്ചു. നാമം, ക്രിസ്തു എന്ന നാമം. നമുക്കറിയാം, യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? നിങ്ങളുടെ മനസ്സിലാക്കൽ എന്താണ് എന്നെ കുറിച്ച്? പത്രോസ് പെട്ടെന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവിടെ അവർക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഫിലിപ്പോസ് നഥനയേലിന്റെ അടുക്കൽ പറയുമ്പോൾ തന്നെ നസറേത്തുകാരനായ യേശു എന്ന് തന്നെയാ പറയും. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാം, യേശുവിന്റെ അമ്മയെ അറിയാം, അപ്പനെ അറിയാം, സഹോദരങ്ങളെ അറിയാം. കാരണം ഒരിക്കൽ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാം യേശുവിന്റെ പിതാവ് ആരാണ്, മാതാവ് ആരാണ്, അവർക്കറിയാം.
യേശുവിന്റെ സഹോദരങ്ങളാണ്, അവർക്കറിയാം. അപ്പോൾ അവര് ഇതെല്ലാം അറിയാവുന്ന പത്രോസാ പറയുന്നത്. ഇതൊരു ലോകത്ത് അവിടെ ആരും അറിയാത്ത മറിഞ്ഞിരിക്കുന്ന രഹസ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ പത്രോസിന് ലഭിച്ച വെളിപ്പാട് എന്താന്ന് വെച്ചാൽ, അറിവനുസരിച്ച് യേശു യോസഫിന്റെയും മറിയയുടെയും മകൻ. പക്ഷെ വെളിപ്പാട് അനുസരിച്ച് യേശു പിതാവിന്റെ മകനായ ദൈവപുത്രനായ ക്രിസ്തു. ഈ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മർമ്മം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ വെളിപ്പെടുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ പത്രോസാകും, നീ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ശിഷ്യന്മാര് കൂടെ ഉണ്ട്. ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ പരീക്ഷന്മാരൊന്ന് ചോദിച്ചാൽ, നിനക്ക് എന്ത് അധികാരം ഉണ്ടായിട്ട് നീ ഇത് ഈ കാര്യം ചെയ്യുന്നതിന് അടയാളം പറഞ്ഞുതരാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിന് പണിയും. അപ്പം മന്ദിരം പണിയുക, സഭയെ പണിയുക, ദൈവരാജ്യത്തെ പണിയുക, അതാണ് കർത്താവിന്റെ ലക്ഷ്യം. ഇവിടെ കർത്താവ് പറയുന്ന പത്രോസിനോട് പറഞ്ഞൊരു കാര്യം എന്നാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 20 വാക്യങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുന്നു. അവിടെ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, യേശു പറഞ്ഞൊരു കാര്യം ഇതാ, നീ പത്രോസാകും, നീ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അതായത് ക്രിസ്തു എന്ന വെളിപ്പാടുള്ളവൻ, യേശു ആകുന്ന മറിയയുടെയും യോസഫിന്റെയും മകൻ എന്ന ശരീരപ്രകാരമായി കാണുന്ന ഈ യേശുവിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് ബോധ്യമുള്ള ഒരുവൻ, അവന്റെ ബോധ്യം എന്താണെന്നറിയോ? ഈ യേശുവിൽ വസിക്കുന്ന അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ അകത്തുമുണ്ട്, എന്നിലും വസിക്കും. അപ്പൊ ആ വെളിപ്പാടുള്ളവനിലാണ് സഭ പണിയുന്നത്. അപ്പൊ സഭ പണിയപ്പെടുന്നത് ഏതോ ഒരു ഉപദേശത്തിന്റെ പുറത്തല്ല, വെളിപ്പാടില്ല. ഇന്ന് ഉപദേശങ്ങളാലുള്ള സഭകളും കൂട്ടങ്ങളും ധാരാളം കാണാൻ കഴിയും, സാധ്യമാണ്, ധാരാളം കാണാൻ കഴിയും. പക്ഷേ വെളിപ്പാട് എന്താണ്? വെളിപ്പാട് യേശുവിൽ വസിച്ച അതേ പുത്രത്വത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു, യേശുവിൽ വസിച്ച ദൈവത്തിന്റെ അതേ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു. ആ വെളിപ്പാട് ഇവിടെ പറയുന്ന കാര്യം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ നാമം എന്താണെന്ന് പറയുക? ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം. യഹോവ റാഫ, യഹോവ ഈരെ, യഹോവ ഷമ്മ. അപ്പോൾ യഹോവ ഷാലോം എന്ന് പറയുമ്പോൾ സമാധാനം, യഹോവ റാഫ സൗഖ്യമാക്കുന്നു, യഹോവ നിസി കൊടിയായിരിക്കുന്നു, എബനേസർ ഇത്രത്തോളം സഹായിച്ചു. അപ്പോഴ് അത് ആ ഒരു പ്രത്യേക കഴിവിനെ മാത്രം ഉപയോഗിച്ച് പറയുന്ന വാക്കുകളായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയെ കുറിച്ച് കൊളോസ്യ ലേഖനം 2:9 പറയുന്നത്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ. അപ്പൊ ക്രിസ്തു എന്ന നാമം ദൈവത്തിന്റെ പരിപൂർണ നാമമായിട്ട് ഇവിടെ പറയുന്നത്. ആ പരിപൂർണത എവിടെയാണ് ഈ പൂർണ്ണത വരുന്നത്? അതായത് ദൈവം മനുഷ്യനിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവ് എന്റെ അകത്തുണ്ടാകുന്നില്ല, അവിടെയാണ് നിങ്ങൾ ഞാനും പരിപൂർണരാകുന്നത്. അതുകൊണ്ടാണ് കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, സകല വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. എങ്ങനെയാണ് നാം പരിപൂർണരാകുന്നത്? എന്നിൽ ദൈവം വസിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് എന്റെ പരിപൂർണത. അവിടെയാണ് അവന്റെ നാമത്തിന്റെ വെളിപ്പാട്. എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നിൽ വസിക്കുന്ന ദൈവാത്മാവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ടതായ നിങ്ങളിൽ ഉണ്ടാകേണ്ട തിരിച്ചറിവ് ഇതാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ യു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന അറിവ്, ആ അറിവ് നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ, ആ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ, ആ ബോധ്യത്തിലാണ്, ആ അറിവിലാണ്, ഹല്ലേലൂയ, ആമേൻ, ആ അറിവിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ആ അറിവിലാണ് നാം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സമ്പൂർണത പ്രാപിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ കർത്താവ് തന്റെ നാമത്തെ വെളിപ്പെടുത്തി. യേശുവിൽ വസിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യം. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന് പ്രത്യാശയായിട്ട് ക്രിസ്തു എന്നിലിരിക്കുന്നു എന്ന ബോധ്യം. അതാണ് ആ ബോധ്യം ഉറപ്പിക്കുന്ന വാക്കാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 പറയുന്നത്,
എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ദൈവം സർവശക്തനാണ്. ദൈവം വിശുദ്ധിയുടെ മകുടമാണ്. ദൈവം തെറ്റുകൾക്ക് അപ്പോഴേ ശിക്ഷ തരുന്നവനാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ദൈവത്തിന്റെ അടുക്കൽ പോകാനായിട്ട് സാധ്യതകളില്ലാതിരിക്കെ എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ മുഖാന്തരം പിതാവിന്റെ അടുക്കലെത്തും. എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ സാധ്യമല്ല എന്ന് യേശു പറഞ്ഞപ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ, എന്നിൽ വസിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് വേറെ എവിടെ ഉള്ള ദൈവത്തെയും തിരിച്ചറിയാൻ സാധ്യമല്ല. നമ്മിലാണ് പരിശുദ്ധാത്മ വസിക്കുന്നത്. എന്നിലാണ് ദൈവിക ഭാവം, ദൈവത്തിന്റെ പൂർണ്ണത എന്നിലാണ് വസിക്കുന്നത്. ആ തിരിച്ചറിവില്ലാത്തൊരു വ്യക്തിക്ക് എങ്ങും ദൈവത്തെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ പൂർണ്ണത കണ്ടുപിടിക്കാൻ സാധ്യമല്ല, മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ ഇവിടെ വായിക്കുന്ന ഇതിന്റെ 14-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം 23-ാം വാക്യം. ഇസ്കാരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാവുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഇപ്പൊ വെളിപ്പാടിതാ, ഗാഡ് ഈസ് ഇൻ യു. ദൈവം നിങ്ങളിൽ വന്ന് നിങ്ങളിൽ വസിക്കുന്നു. ദാറ്റ് ഈസ് ദ റെവലേഷൻ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് റെവലേഷൻ. അതാ വെളിപ്പാട്. ഹല്ലേലൂയ. ആ വെളിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തില് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26, 27, 28 വാക്യങ്ങൾ. ഞാൻ ആ 3 വാക്യങ്ങളെ ഒരുമിച്ച് വായിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 26, 27, 28 വാക്യം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷ, അവിടെ ചെയ്യുന്ന ആ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തെടുക്കുന്ന പ്രധാന ശുശ്രൂഷയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ്? ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക. എന്താ പ്രബോധിപ്പിക്കുന്നത്? അവനെ കുറിച്ച് പറയുക. ആരെ കുറിച്ച്? നിങ്ങളിലുള്ള ക്രിസ്തുവിനെ കുറിച്ച്. നിങ്ങളിലുള്ള ക്രിസ്തുവിനെ കുറിച്ച്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും പാപിയാണ്, കുറവുള്ളവനാണ്, തീർന്നുവെന്ന് കേട്ട് നമ്മൾ വീണ്ടും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകും. പക്ഷെ എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകുന്നത്? അല്ല, ഞാൻ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യം എന്റെ അകത്ത് വരുമ്പോൾ ഞാൻ നീതിയിൽ നടക്കാൻ തുടങ്ങും, നീതിയിൽ ഞാൻ ചലിക്കാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ നീതിബോധമുള്ളവരായി, നീതിയുടെ അറിവുള്ളവരായി, ആ നീതിയെ തിരിച്ചറിഞ്ഞവരായി മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിശ്ചയമായി സഹായിക്കും. അതിന് നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം ഈ വെളിപ്പാട്. അതായത് ഉപദേശങ്ങളിൽ പണിയപ്പെടുന്ന സഭകളുണ്ട്. പലരും പറയുന്നത് ഉപദേശത്തിൽ നിലനിൽക്കണം, ഉപദേശമാണ് ഇമ്പോർട്ടന്റ്. പ്രിയപ്പെട്ട ഒരു ഉപദേശം നിശ്ചയമായും ഉപദേശിക്കണം. പക്ഷേ ഉപദേശം എന്ന് പറയുന്നത് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാവരുത്. ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ഏതോ ജീവിത അനുഭവങ്ങളിൽ നിന്ന് വരുന്നതാകരുത്. ഉപദേശം എന്ന് പറയുന്നത് കാണുന്ന യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് വരരുത്, വെളിപ്പാടിനോട് ചേർന്ന് വരണം. ആ വെളിപ്പാടിലാണ് ദേവാലയത്തെ പണിയുന്നത്, വെളിപ്പാടിലാണ് സഭ പണിയപ്പെടുന്നത്. അല്ലാതെ പണിയുന്ന സഭകളെല്ലാം തകർന്നു വീഴും. പക്ഷെ വെളിപ്പാടിൽ പണിയുന്ന സഭയെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ സാധ്യമല്ല. സഭ എന്ന് പറയുമ്പം നിങ്ങളാകുന്ന ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്ഥലത്ത് ദൈവത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് ആർക്കും തകർക്കാൻ കഴിയാതോളം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് പണിയുന്നത് ഉപദേശത്തിന്റെ മേലല്ല, വെളിപ്പാടിന്റെ മേലാണ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വെളിപ്പാടുണ്ടാകണം. എന്ത് വെളിപ്പാടാണെന്നറിയോ? ഗാഡ് ഈസ് ഇൻ മീ, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഇൻ മീ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്തിരിക്കുക, ദൈവം എന്റെ അകത്ത് വസിക്കുക. ഹല്ലേലൂയ. ഒരുവനിൽ എപ്പോഴാണോ ഈ ബോധ്യത്തോടുകൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്,
അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളും മാറി മറിഞ്ഞിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, വചനം നിങ്ങളിൽ വസിക്കണം. വചനം നിങ്ങളിൽ വസിക്കാത്തിടത്തോളം, വചനത്തിന് നിങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാത്തിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് യോഹന്നാന്റെ സുവിശേഷം 15:7 പറയുന്നത്, എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന എന്ത് കിട്ടും. പക്ഷെ അല്ലെങ്കിൽ അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളിൽ ഒരുവൻ എന്നിൽ വസിച്ചല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ ഫലം വരുന്നതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്ക് കൊണ്ടല്ല, നാം അവനിൽ വസിക്കുന്നത് കൊണ്ടാണ്. അവനിൽ വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിങ്ങളോട് സംഭവിക്കും. അതിന് വേറെ ഒരു കാര്യങ്ങളുടെയും പുറകെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. അവനിൽ വിശ്വസിക്കുക, അവനിൽ വിശ്വസിക്കുക, അവനിൽ വസിക്കുക. അവൻ നിങ്ങളിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയുക. നിങ്ങളും അവനും ഒന്നായി എന്ന മനോഭാവം നിങ്ങളിൽ ഉണ്ടാകുക. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ, അതെ ഹല്ലേലൂയ, അവൻ ഇന്നും ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവന്റെ സ്വരൂപമായി മാറിയെന്ന അറിവില്ലേ, ആ അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ വെളിപ്പാട്. ആ വെളിപ്പാടിൽ വളർന്നു വരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ തരണം. ദൈവം ഞങ്ങളിൽ വസിക്കുന്നു, സർവശക്തനായ ദൈവം ഞങ്ങളിൽ വസിക്കുന്നു, മഹത്വത്തിന് പ്രത്യാശയായവൻ ഞങ്ങളിൽ വസിക്കുന്നു എന്ന ബോധ്യം ഞങ്ങളുടെ അകത്ത് തരണം കർത്താവേ. ഈ ദിവസങ്ങൾ ആ ധൈര്യത്തോടുകൂടെ, ആ ബോധ്യത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മ സഹായിക്കണം. പതറിപ്പോകുന്ന, തളർന്നു പോകുന്ന, വീണു പോകുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായപ്പോഴും കർത്താവ് കഴിഞ്ഞ നാളുകൾ നടത്തിയെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ വെളിപ്പാടിന്റെ ആഴത്തിലെത്താൻ സഹായിക്കണമേ. ഞങ്ങളുടെ അറിവല്ല, വെളിപ്പാടില്ല ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മഹത്വമുള്ള കരങ്ങളിൽ കേൾപ്പിക്കുന്നു കർത്താവ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. അവരുടെ അകത്ത് ആരെങ്കിലും രോഗത്താലും ഭാരത്താലും നിരാശയാലും എന്നെ കാണുന്നെങ്കിൽ ആ നിരാശകളെ ജയിക്കാൻ ഈ വെളിപ്പാട് അവരുടെ അകത്ത് ഉണ്ടാകട്ടെ. ആ രോഗത്തെ ജയിക്കാൻ അവരുടെ അകത്ത് ഈ വെളിപ്പാട് ഉണ്ടാകട്ടെ. ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്ന വെളിപ്പാടിനാൽ അവർ സാഹചര്യങ്ങളെ മുഴുവൻ ജയിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജീവനോടെ 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 എഴുന്നേറ്റ് നിൽക്കുന്നതിനായി സ്തോത്രം. ജീവിതങ്ങളിൽ അവിടുന്ന് അസാധാരണ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്. ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ അവരിൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തതിനായിട്ട് നന്ദി കർത്താവ്. മഹത്വം അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിലാണ്, ദൈവം നിങ്ങളിലാണ് വസിക്കുന്നുള്ള ബോധ്യം ഉപദേശത്തിലല്ല സഭയെ പണിയുന്നത്. ഹല്ലേലൂയ. വെളിപ്പാടില്ല. ആ വെളിപ്പാട് എന്താ? ദൈവം എൻ്റെ അകത്ത് വസിക്കുക. ആ വെളിപ്പാടിനകത്ത് നിലനിൽക്കുമ്പോൾ ഒരു വിധത്തിലും നിങ്ങൾ നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.